സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 12 ആണ് ഷെയർ ചെയ്യുന്നത്. ഓവർസിയർ പീരീഡ് 1 എക്സാം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാവുന്നതാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർവേ, അതായത് മൊഡ്യൂൾ 1ഉം 2ഉം സർവേ ആണ് അല്ലേ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 3 ആണെങ്കിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് അല്ലേ, ആ ഒരു മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാണ്. റിവിഷൻ സീരീസ് 12 അല്ലേ, 11 വീഡിയോസ് നമ്മൾ മുന്നത്തെ ഓരോ മൊഡ്യൂൾസിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 4 എന്താണെന്നുള്ളത് നോക്കാം. മൊഡ്യൂൾ 4 കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ടെക്നോളജി ആണ്. അതിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മേസൺറി അല്ലേ, ഫസ്റ്റ് വൺ മേസൺറി ആണ് പറയുന്നത്. മേസൺറിയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മേസൺറി വാൾസ്, ലോഡ് ബിയറിംഗ്, നോൺ ലോഡ് ബിയറിംഗ് ആൻഡ് റിട്ടൈനിങ് വാൾസ്, പിന്നെ സ്റ്റോൺ മേസൺറി, ബ്രിക്ക് മേസൺറി, ലാറ്ററൈറ്റ് മേസൺറി, കോമ്പോസിറ്റ് മേസൺറി, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺ മേസൺറി, general principles and specification for stone masonry as per relevant codes, പിന്നെ brick masonry, different types of bond for walls, piers and junctions of walls for equal and different types of bond for walls അല്ലേ. പിന്നെ piers and junctions of walls for equal and unequal thickness, English bond, Flemish bond, single and double Flemish bond അല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ നോക്കണം. പിന്നെ specification of brick masonry as per relevant codes, hollow brick masonry, types of hollow block used in construction and methods of construction, advantages and disadvantages with reference to other type of masonry, solid block masonry and interlocking block masonry, partition wall, types of material requirements, modern methods of construction, framed അതുപോലെ തന്നെ prefabricated earthquake resistant അല്ലേ. അപ്പം സിലബസ് ഇങ്ങനെ വൈഡായിട്ട് ഇവർ വലിച്ചു നീട്ടി എഴുതിയത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇതിൽ നിങ്ങൾ ഓരോ ലിസ്റ്റായിട്ട് മാത്രം എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനിൽ വരുന്നതാണ് ഡാം പ്രൂഫിങ് അല്ലേ. ഡാം പ്രൂഫിങ് നോക്കാനുണ്ട്. ഡാം പ്രൂഫ് കോഴ്സ്, പിന്നെ ഡെഫിനിഷൻ ഓഫ് ഡാംനെസ്, കോസസ് ആൻഡ് എഫക്റ്റ്, മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ, അതുപോലെ തന്നെ സർഫസ് ട്രീറ്റ്മെൻറ്റ്, ഇൻറ്റേർണൽ വാട്ടർ പ്രൂഫിംഗ് കോഴ്സസ്, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്, ടൈപ്സ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആൻഡ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രീ ടെൻഷനിങ് ആൻഡ് പോസ്റ്റ് ടെൻഷനിങ്, പ്രീ സ്ട്രെസ്ഡ് സ്ലാബ്സ് ആൻഡ് ബീംസ്, പിന്നെ ഫോം വർക്ക്, functions, material uses, requirements of good formwork, modern trends in material and technology, slip forms, PVC forms, scaffolding, shoring and underpinning, definition, purpose and function. പിന്നെ അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്, പിന്നെ പ്ലാസ്റ്ററിംഗ് ഉണ്ട്, പോയിൻറ്റിംഗ് ഉണ്ട്, മെറ്റീരിയൽസ് ആൻഡ് പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ ഫങ്ഷൻ, ജനറൽ സ്പെസിഫിക്കേഷൻ, ടൈപ്സ് അല്ലേ. ഓരോ ടോപ്പിക്കും പറഞ്ഞിട്ട് അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബിൽഡിംഗ് കോമ്പോണൻസ് ആണ്. ബിൽഡിംഗ് കോമ്പോണൻസിൽ ഡിഫറെൻറ്റ് കോമ്പോണൻസ് ഓഫ് ബിൽഡിംഗ് ഫ്രം ഫൗണ്ടേഷൻ ടു റൂഫ് ആൻഡ് ദെയർ ഫങ്ഷൻസ് അല്ലേ. അതിൽ ഫൗണ്ടേഷൻ ആണ് പറയുന്നത്. ഫൗണ്ടേഷനിൽ നോക്കാനുള്ളത് ഫങ്ഷൻസ്, ക്ലാസിഫിക്കേഷൻ, ഷാലോ, ഡീപ്പ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്പ്രെഡ് ഫൂട്ടിംഗ്, റാഫ്റ്റ്, മാറ്റ്, കോളം ഫൂട്ടിംഗ്, പൈൽ ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ, ഫ്ലോറിങ്. നെക്സ്റ്റ് ഫ്ലോറിംഗ് അല്ലേ. ഫ്ലോറിംഗിൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഫ്ലോർ, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫ്ലോറിംഗ്, ഫോർ ഫിനിഷിംഗ്, പിന്നെ ടൈപ്സ് ഓഫ് മൊസൈക്ക്, മാർബിൾ, ഗ്രാനൈറ്റ്, സെറാമിക് ടൈൽസ്, വിട്രിഫൈഡ് ടൈൽസ്, ഗ്ലാസ്, വുഡൻ ആൻഡ് അതർ ടൈപ്സ് ഓഫ് മോഡേൺ ഫ്ലോർ ഫിനിഷസ് അല്ലേ. നെക്സ്റ്റ് ഡോസ് ആൻഡ് വിൻഡോസ് ആണ്. ഡോസ് ആൻഡ് വിൻഡോസ്, പൊസിഷൻസ് ഓഫ് ഡോസ് ആൻഡ് വിൻഡോസ് വിത്ത് റെസ്പെക്ട് ടു ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ, ടൈപ്സ് ആൻഡ് സൈസ് ആസ് പെർ റിലവൻറ്റ് കോഡ്സ്, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഡോർ ഫിനിഷസ്, റിവോൾവിംഗ് ആൻഡ് collapsible, rolling and sliding windows, different types of ventilator, പിന്നെ fittings for doors and windows അല്ലേ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ലിൻഡൽ ആൻഡ് സൺഷെയ്ഡ്, ടൈപ്സ് ഓഫ് ലിൻഡൽ, വുഡൻ, സ്റ്റോൺ, ബ്രിക്ക്, RCC, RST ലിൻഡൽ, സൺഷെയ്ഡ്, കനോപ്പി ആൻഡ് സൺ ബ്രേക്സ് അല്ലേ. നെക്സ്റ്റ് ആർച്ചസിൽ ടൈപ്സ് ആൻഡ് ടേംസ് യൂസ്ഡ് ആണ് നോക്കാനുള്ളത്.
പിന്നെ പറയുന്നതാണ് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനിലെ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ സ്റ്റെയേഴ്സ് ആൻഡ് സ്റ്റെയർ കേസ്, ലൊക്കേഷൻ, ടൈപ്സ്, സ്റ്റാൻഡേർഡ്സ് ഫോർ സ്റ്റെയർ കേസ് ആസ് പെർ KMDR, ത്രെഡ്, റൈസ്, ഗോയിങ്, റൈസർ, നോസിങ്, പിന്നെ വിഡ്ത്ത് ഓഫ് സ്റ്റെയർ കേസ്, ഹെഡ് റൂം, ഫ്ലൈറ്റ്, ലാൻഡിങ്, ഹാൻഡ് റെയിൽസ്, പിന്നെ സ്റ്റെയർ കേസിൻ്റെ ഇത്രയും പോർഷനാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലിഫ്റ്റ് ഉണ്ട്, പിന്നെ എസ്കലേറ്റേഴ്സിൻ്റെ നോക്കാനുണ്ട്, കോമ്പോണൻറ്റ് പാർട്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ആസ് പെർ NBC, പിന്നെ റാമ്പ് അല്ലേ, റാമ്പ് ചോദിക്കുന്നുണ്ട്, ലിഫ്റ്റ്സ് ആൻഡ് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റേഴ്സ്, പ്ലാനിങ് ആൻഡ് ലൊക്കേറ്റിംഗ് കോമ്പോണൻറ്റ് പാർട്സ് ഓഫ് സ്റ്റെയർ കേസ് ആൻഡ് ലിഫ്റ്റ്, പിന്നെ ടൈപ്പ് ഓഫ് സ്റ്റെയർ കേസ്, സീലിംഗ് അല്ല, സീലിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സീലിംഗ്, ഫോൾ സീലിംഗ് എന്നുള്ളത് നോക്കാം. പിന്നെ റൂഫാണ് പറഞ്ഞിട്ടുള്ളത്. റൂഫിൽ പറയുന്ന എന്തൊക്കെയാണ് ഡെഫിനേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് റൂഫിംഗ് വിത്ത് റെസ്പെക്ട് ടു ക്ലൈമാറ്റിക് കണ്ടീഷൻ, ക്ലാസിഫിക്കേഷൻ, പിച്ച്ഡ് ആൻഡ് ഫ്ലാറ്റ്, പിന്നെ കപ്പിൾ ക്ലോസ്ഡ് ആൻഡ് കോള റൂഫ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്സസ് ഫോർ പിച്ച്ഡ് റൂഫ്, വുഡ് ആൻഡ് സ്റ്റീൽ ട്രസ്സസ് ഫോർ റൂഫ് കവറിംഗ്, ട്രസ്സസ്, പിന്നെ റൂഫ് കവറിംഗ് ഫോർ പിച്ച്ഡ് റൂഫ്, AC ഷീറ്റ്, GI corrugated ഷീറ്റ്, അലൂമിനിയം ഷീറ്റ്, PVC ഷീറ്റ്, മെത്തേഡ്സ് ഓഫ് അറേഞ്ചിങ് ആൻഡ് ഫിക്സിംഗ് ടു ദ ബാറ്റേൺസ്, റാഫ്റ്റേഴ്സ് ആൻഡ് പർലിൻ, RCC റൂഫ് സ്ലാബ് വിത്ത് ബീംസ്, ഫ്ലാറ്റ് ആൻഡ് സ്ലോപ്ഡ് സ്ലാബ്സ്, ഫ്ലാറ്റ് സ്ലാബ് കൺസ്ട്രക്ഷൻ, വെതർ പ്രൂഫ്, ക്ലോസ് ടു ഫ്ലാറ്റ് റൂഫ്, റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഫ്ലോർ ഫിനിഷ്, selection of material, ceiling, type requirements of wood ceiling, selection of materials അല്ലേ. അപ്പം ഇത്രയാണ് മൊഡ്യൂൾ 4 നമുക്ക് പറയുന്നത്. വലിയൊരു സിലബസ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ എന്നാലും നിങ്ങൾ അതിന് ഓരോന്നെടുത്തിട്ട് ഇപ്പോൾ റൂഫെന്ന് എഴുതിയിട്ട് റൂഫിൽ പറഞ്ഞിട്ടുള്ള അണ്ടറായിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റെയറെന്ന് എടുത്തിട്ട് സ്റ്റെയറിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. നിങ്ങളത് ഇങ്ങനെ പഠിച്ചതിന് ശേഷം ഓരോന്ന് ടിക്കിട്ട് പോയാൽ മതി. മാക്സിമം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ടും ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ സീലിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നിങ്ങൾ അധികം നോക്കാത്ത ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം പഠിക്കാൻ നോക്കുക. കാരണം നമുക്ക് കറക്റ്റ് നമ്മുടെ അടുത്ത് നോട്ടും കാര്യങ്ങളും ഉള്ളത് ക്ലിയർ ആക്കി വെക്കുക അല്ലേ. ചിലപ്പം അതിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇതിപ്പോൾ നമുക്ക് സിലബസ് മുന്നേ തന്നിട്ടുള്ള അതേ സെയിം സിലബസ് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ള സിലബസ് ആണ് അല്ലേ. അപ്പം അതിൽ നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അല്ലാണ്ട് ചിലപ്പം കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചത് സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. ഓക്കെ, എന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്രയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്കെല്ലാം നന്നായിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഫുൾ കാര്യങ്ങൾ നോക്കുക കേട്ടോ. അങ്ങനെയല്ല, നിങ്ങൾ നോക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആക്കിയതിന് ശേഷം നോക്കുന്നതായിരിക്കും നന്നാവുക. വെറുതെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് സമയം പോക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, നിങ്ങൾ സിലബസ് നോക്കുക, കറക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ഓരോ കാര്യങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലിൻഡലും എടുക്കുന്നതാണ്. ലിൻഡൽ, അതുപോലെ തന്നെ സ്റ്റെയർ, പിന്നെ നമുക്ക് ആർച്ച് അല്ലേ. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് നോക്കാനുള്ളത് ഇന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലിൻഡലിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ലിൻഡലിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടേം തന്നെയാണ് അല്ലേ. ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ആണ് അല്ലേ. അതിനാണല്ലേ നമ്മൾ ലിൻഡൽ എന്ന് പറയുന്നത്. ഒരു ബീമിനെ പോലെയൊക്കെ നമുക്ക് തോന്നില്ലേ, അതുകൊണ്ട് തന്നെ ആക്ട് ആസ് എ ബീം നമുക്ക് പറയാൻ പറ്റും. എവിടെയാണ് നമ്മൾ കൊടുക്കുക, ഓപ്പണിങ്ങിൻ്റെ എബോയിൽ അല്ലേ. ഇപ്പം നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഡോറ് വരുന്നതെങ്കിൽ ഡോറിൻ്റെ ഒക്കെ ടോപ്പിൽ അല്ലേ എബോ ആണ് നമ്മൾ കൊടുക്കുക. ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ എബോ ഓപ്പണിംഗ് ആണ് നമ്മൾ ലിൻഡലിനെ പറയുന്നത്. എന്താണ് ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിൻഡൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ എബോ ഓപ്പണിംഗ് ആണ്, അതിനെയാണ് നമ്മൾ ലിൻഡൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് അല്ലേ സിലബസിൽ ലിൻഡലിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിൻഡൽ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആണുള്ളത് നോക്കാം.
ലിൻഡലിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ നോക്കാം. മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് ലിൻഡൽ ഏതൊക്കെ തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ടിമ്പർ അല്ലേ, ടിമ്പറിനെ കൊണ്ടുള്ള ലിൻഡൽ. പിന്നെ സെക്കൻഡ് വൺ എന്താണ്, സെക്കൻഡ് വൺ പറയുന്നതാണ് സ്റ്റോൺ ലിൻഡൽ. തേർഡ് വൺ എന്താണ്, സ്റ്റീൽ ലിൻഡൽ. ഫോർത്ത് വൺ പറയുന്ന എന്താണ്, ബ്രിക്ക് ലിൻഡൽ. ഫിഫ്ത്ത് വൺ എന്താണ് വരുന്നത്, RCC ലിൻഡൽ. RCC ലിൻഡൽ. അപ്പൊ നമുക്ക് ഇതാണ് ലിൻഡലിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലെ. ഫസ്റ്റ് ടിമ്പർ ലിൻഡലാണ് നോക്കേണ്ടത്. ടിമ്പർ ലിൻഡൽ. ടിമ്പർ ലിൻഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ടൈപ്പ് മെത്തേഡാണ് ടിമ്പർ ലിൻഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിലായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മൾ ടിമ്പർ ലിൻഡലിന് വേണ്ടിയിട്ട് അധികം ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബിയറിങ് അല്ലേ, ബിയറിങ് നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്, ടിമ്പർ ലിൻഡലിന് നമ്മൾ കൊടുക്കുന്ന ബിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 to 20 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് അല്ലേ, ആ ഒരു ലിൻഡലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1/12 to 1/8 ഓഫ് സ്പാൻ ആണ് അല്ലേ. ആ ഒരു സ്പാനിൻ്റെ 1/12 to 1/8 ആണ് നമ്മൾ ഹൈറ്റ് കൊടുക്കുക ലിൻഡലിൻ്റെത്. അല്ലെങ്കിൽ മിനിമം 8 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഹൈറ്റ് ചൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ടിമ്പർ ലിൻഡലിൻ്റെ വേറൊരു കാര്യമാണ് അതിൻ്റെ സ്പാൻ അല്ലേ. സ്പാൻ എത്രയാണ് വരിക, 1 മീറ്റർ ആണ് സ്പാന് വരിക എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ലിൻഡലിനെ കുറിച്ച് നോക്കാം അല്ലെ. ലിൻഡലിനെ കുറിച്ച് ഫസ്റ്റ് പറയാനുള്ളത്, ടിമ്പർ ലിൻഡലിനെ കുറിച്ച് ഫസ്റ്റ് പറയാനുള്ളത്, ടിമ്പർ ലിൻഡൽ വരുന്നത് ഓൾഡ് ടൈപ്പ് ലിൻഡലാണ്. അതുപോലെ തന്നെ എന്താണ് നോക്കാനുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ തേക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ ഹൈറ്റ് അല്ലേ, ഹൈറ്റ് എത്രയാണ്, ഹൈറ്റ് ഒന്നിക്കൽ 1/12 to 1/8 അല്ലേ ഓഫ് സ്പാൻ ആണ് വരിക. അല്ലെങ്കിലോ, അല്ലെങ്കിൽ മിനിമം ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ എങ്കിലും വേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്പാൻ അല്ലേ, സ്പാനിൻ്റെ 1/12 to 1/8 ആണ് നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്പാൻ എത്രയാണ് ടിമ്പർ ലിൻഡലിൻ്റെ സ്പാന് വരുന്നത്, 1 മീറ്റർ ആണ് എന്നുള്ളത് നോക്കി വെക്കുക. നമ്മൾ ബിയറിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബിയറിങ് എത്രയാണ് വരുന്നത്, ബിയറിങ് ടിമ്പർ ലിൻഡലിന് വരുന്നത് 15 to 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടിമ്പർ ലിൻഡലിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ലിൻഡൽ ഏതാണ്, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് സ്റ്റോൺ ലിൻഡൽ അല്ലേ. സ്റ്റോൺ ലിൻഡലാണ്. സ്റ്റോൺ ലിൻഡലാണെങ്കിൽ അതിലെന്തൊക്കെയാണ് നോക്കാനുള്ളത്, ഈ ഒരു സ്റ്റോൺ ലിൻഡൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്രോസ് ഓപ്പണിംഗ് ആയിരിക്കും. എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, എക്രോസ് ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലേ, ഈ ഒരു സ്റ്റോൺ ലിൻഡലിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ, സ്റ്റോൺ ലിൻഡലിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഹൈ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ടെൻസൈൽ ലോഡ് അല്ലേ, ടെൻസൈൽ ഫോഴ്സസ് വരുന്ന സമയത്ത് ഇത് വീക്ക് ആയിരിക്കുമോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കുമോ, സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത്, സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത് ടെൻസൈൽ ഫോഴ്സസ് വരുന്ന സമയത്ത് വീക്ക് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് വീക്ക് ആൻഡ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ഡെപ്ത് ഓഫ് സ്റ്റോൺ അല്ലേ, ഡെപ്ത് ഓഫ് സ്റ്റോൺ എത്രയാണ് പറയാം, അതിൻ്റെ മുന്നേ നമുക്ക് സ്പാന് പറയാം. സ്റ്റോണിൻ്റെതും സ്പാന് വരുന്നത് 1 മീറ്റർ തന്നെയാണ്, അപ് ടു 1 മീറ്റർ വരെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് സ്റ്റോൺ അല്ലേ, ഡെപ്ത് ഓഫ് സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ എത്രയാണ് എടുക്കുക, നമ്മൾ 1/10 ടൈംസ് ഓഫ് സ്പാൻ ആണ് നമ്മൾ സ്റ്റോൺ ലിൻഡലിന് എടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതിയാലോ, എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതെവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക, എക്രോസ്
ഓപ്പണിംഗ് ആണ് അല്ലേ, ക്രോസ് ഓപ്പണിംഗ് ആണ് നമ്മൾ സ്റ്റോൺ ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ ലിൻഡലിന്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലേ, ലോഡ് ക്യാരിയിങ് capacity of stone lintel is high അല്ലേ, അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ്, വീക്ക് ഇൻ ടെൻഷൻ അല്ലേ. പിന്നെ അതുപോലെ തന്നെ സ്പാൻ എത്രയാണ് വരിക, സ്പാൻ നമ്മൾ എടുക്കുന്നത് 1 മീറ്റർ തന്നെയാണ്, 1 മീറ്റർ തന്നെയാണ്. ഡെപ്ത് ആണെങ്കിലോ, ഡെപ്ത് ഓഫ് സ്റ്റോൺ ലിൻഡൽ ആണെങ്കിലോ നമ്മൾ എടുക്കുക 1/10 ടൈംസ് ഓഫ് സ്പാൻ ആണ് അല്ലേ, സ്പാൻ ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ 2 ലിൻഡലിൻ്റെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് തേർഡ് വൺ അല്ലേ. തേർഡ് വൺ ഏത് ലിൻഡലാണ് വരുന്നത്, തേർഡ് വണ്ണ് വരുന്ന ലിൻഡലാണ് ബ്രിക്ക് ലിൻഡൽ അല്ലേ. ബ്രിക്ക് ലിൻഡൽ നമ്മൾ ടിമ്പർ പറഞ്ഞു, സ്റ്റോൺ പറഞ്ഞു, ഇനി ബ്രിക്ക് ആണ് അല്ലേ. ബ്രിക്കിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് നോക്കാനുള്ളത്, ബ്രിക്ക് ലിൻഡൽ വരുന്ന സമയത്ത് അതിന്റെ സ്പാൻ വരുന്നത് 1 മീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് വെൽ ബോണ്ട് ബ്രിക്ക് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ബ്രിക്കിന്റെ ക്ലാസിഫിക്കേഷനിൽ ജോഗിൾഡ് ബ്രിക്ക് എന്നും റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് എന്നും വരുന്നുണ്ട്. അതിൽ നമുക്ക് ജോഗിൾഡ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഡലിന്റെ ആ ഒരു വെയിറ്റ് ഹൈ ലോഡ് വരുന്ന സമയത്ത് കൊടുക്കുന്നത് അല്ലേ, അതാണ് ജോഗിൾഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്യും അല്ലേ. നമ്മൾ റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഫോഴ്സ്മെന്റും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്ന ബ്രിക്ക് ലിൻഡലിനെയാണ് നമ്മൾ റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബ്രിക്ക് ലിൻഡലിന്റെ നോക്കുന്ന സമയത്ത് സ്പാന് വരുന്നത് 1 മീറ്റർ ആണ്. നമ്മൾ യൂസ് ചെയ്യുക വെൽ ബേൺഡ് ബ്രിക്സ് ആണ് അല്ലേ, വെൽ ബേൺഡ് ബ്രിക്സ് ആയിരിക്കും. പിന്നെ ഇതിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു, ജോഗിൾഡ് ബ്രിക്കും അതുപോലെ തന്നെ റെയിൻഫോഴ്സ്ഡ് ബ്രിക്കും അല്ലേ, റെയിൻഫോഴ്സ്ഡ് ബ്രിക്കും ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കും അല്ലെ, ആ ഒരു ബ്രിക്ക് ലിൻഡലില് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻഫോഴ്സ്മെന്റ് ഈസ് ആഡഡ് ടു ദിസ് ലിൻഡൽ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ജോഗിൾഡ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിൻഡൽ വെയിറ്റ് ഹൈ ലോഡ് ആയിരിക്കും അല്ലെ, ലിൻഡലിന്റെ വെയിറ്റ് ഹൈ ലോഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ജോഗിൾഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. സോറി, നമ്മൾ പറഞ്ഞതൊന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. ജോഗിൾഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റൈറ്റ് ലോഡ് കണ്ടീഷനിലാണ്, അതായത് ലിൻഡൽ വിത്ത് ലൈറ്റ് ലോഡാണ് കേട്ടോ. നമ്മൾ പറഞ്ഞൊന്ന് മാറിയിട്ടുണ്ട്, ലിൻഡൽ വിത്ത് ലൈറ്റ് ലോഡാണ് ജോഗിൾഡ് ബ്രിക്കിൽ വരുന്നത്, ലിൻഡൽ വിത്ത് ലൈറ്റ് ലോഡാണ് കേട്ടോ. അതുപോലെ തന്നെ റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡലിലാണെങ്കിൽ അതിൻ്റെ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ റെയിൻഫോഴ്സ്മെന്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പം അതിനെയാണ് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 4th വൺ ആണ് അല്ലേ. 4th വൺ എന്താണ് വരുന്നത്, ഫോർത്ത് വരുന്നത് സ്റ്റീൽ ലിൻഡലാണ് കേട്ടോ. സ്റ്റീൽ ലിൻഡലാണ്. ഈ സ്റ്റീൽ ലിൻഡലിനെ നമ്മൾ 2ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീൽ ലിൻഡലിനെ നമ്മൾ 2ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ലിൻഡൽ അല്ലേ, സ്റ്റീൽ ലിൻഡലിൽ ഏതൊക്കെയാണ് വരിക നിങ്ങൾക്ക് അറിയുന്നത് മൈൻഡിലൊന്ന് ഓർക്കുക. സ്റ്റീൽ ലിൻഡൽ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വണ്ണാണ് സ്റ്റീൽ ആംഗിൾ അല്ലേ, സ്റ്റീൽ ആംഗിളും അതുപോലെ തന്നെ സെക്കൻഡ് വണ്ണാണ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് അല്ലേ, RSJ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്, RSJയും. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ സ്റ്റീൽ ലിൻഡലിനെ വീണ്ടും സബായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ ഓരോന്ന് നോക്കാം.
ഈ ഫസ്റ്റ് വണ്ണ് സ്റ്റീൽ ആംഗിൾ അല്ലേ. സ്റ്റീൽ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചെറിയ സ്പാനുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ സ്റ്റീൽ ആംഗിൾസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലോഡും കുറവുള്ള ഏരിയയിലാണ് നമ്മൾ സ്റ്റീൽ ആംഗിൾസ് കൊടുക്കുന്നത്. മറിച്ച് RST ആണെങ്കിലോ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റിലാണെങ്കിൽ നമ്മൾ സ്പാന് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ലോഡും കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൊടുക്കുക. അപ്പം സ്റ്റീൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാന് സ്മോൾ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ലോഡ് അല്ലേ, ലോഡും സ്മോളുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഒരു സ്റ്റീൽ ആംഗിൾസ് കൊടുക്കുക. മറിച്ച് RST ആണെങ്കിലോ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആണെങ്കിലോ നമ്മൾ സ്പാൻ എടുക്കുന്നത് ലാർജ് ആയിരിക്കും. അതുപോലെ തന്നെ ലോഡ് അല്ലേ, ലോഡ് നമ്മൾ എടുക്കുന്നതും ലാർജ് ആയിരിക്കും. ലോഡ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് അല്ലേ. കാരണം നമ്മൾ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടിയിട്ട് അവിടെ നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ലോഡ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ലാസ്റ്റ് വണ്ണ് നോക്കാനുള്ളത് ഏതാണ്? RCC ലിൻഡൽ അല്ലേ. RCC ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെയിൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് ലിൻഡൽ അല്ലേ. ഇത് എന്താണ്? നമ്മളിപ്പോൾ അധികം യൂസ് ചെയ്ത് വരുന്ന ലിൻഡൽ ഇതാണ് അല്ലേ. അപ്പോൾ നമ്മൾ കോമൺലി യൂസ്ഡ് ലിൻഡൽ എന്ന് പറഞ്ഞിട്ട് ഇതിനെ പറയാൻ പറ്റും. കോമൺലി യൂസ്ഡ് ലിൻഡലാണ്. ഈ ഒരു RCC ലിൻഡലിനെ തന്നെ നമ്മൾ പ്രീകാസ്റ്റും അതുപോലെ തന്നെ കാസ്റ്റ് ഇൻ സിറ്റു എന്നുള്ളതും കൂടെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് അല്ലേ, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്പാന് റെസ്ട്രിക്റ്റഡ് ആണ്, 2 മീറ്റർ വരെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രീകാസ്റ്റ് ലിൻഡലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ലെങ്ത് വരുന്നത് 2 മീറ്റർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം RCC ലിൻഡൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രീകാസ്റ്റും പിന്നെ കാസ്റ്റിംഗ് സിറ്റും കൂടെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രീകാസ്റ്റ് ആണെങ്കിൽ നമ്മൾ സ്പാൻ എടുക്കുന്നത് 2 മീറ്റർ വരെയാണ് അല്ലേ. 2 മീറ്റർ വരെ സ്പാനുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഒരു പ്രീകാസ്റ്റ് മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രീകാസ്റ്റ് ലിൻഡലിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ വരെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് ലിൻഡലിൻ്റെ ക്ലാസ്സിൽ പറയാനുള്ളത്. ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ എബോവ് ഓപ്പണിംഗ് ആണ്. ആക്ട് ആസ് എ ബീമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ലിൻഡലിനെ ബേസ്ഡ് ഓൺ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടിമ്പർ എന്ന് പറയുന്നത് ഒരു ഓൾഡ് ടൈപ്പ് ഓഫ് ലിൻഡലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ടീക്ക് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1/12 to 1/8 ഓഫ് സ്പാൻ ആണ്. അല്ലെങ്കിൽ മിനിമം 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സ്പാന് വരുന്നത് 1 മീറ്റർ ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുണ്ടായിരുന്നത് സ്റ്റോൺ ലിൻഡലാണ്. സ്റ്റോൺ ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുക അക്രോസ് ഓപ്പണിംഗ് ആണ്. അതിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഹൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വീക്ക് ഇൻ ടെൻഷൻ ആണ്. സ്പാന് വരുന്നത് 1 മീറ്റർ തന്നെയാണ്. പിന്നെ ബ്രിക്ക് ലിൻഡലിലേക്ക് വന്ന സമയത്ത് അതിലും സ്പാന് വരുന്നത് 1 മീറ്റർ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽ ബേൺഡ് ബ്രിക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അതിൽ ജോഗിൾഡ് ബ്രിക്കും അതുപോലെ തന്നെ റെയിൻഫോഴ്സ്ഡ് ബ്രിക്കും എന്ന് പറഞ്ഞു. ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ എന്ന് പറയും. പിന്നെ നമ്മൾ 4th വണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റീൽ ലിൻഡലാണ്. സ്റ്റീൽ ലിൻഡലിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ആംഗിളും RSTയും അല്ലേ, അതായത് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റുമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ആംഗിൾ ആണെങ്കിൽ അവിടെ നമുക്ക് ലോഡും അതുപോലെ തന്നെ സ്പാനും കുറവായിരിക്കും. മറിച്ച് RST ആണെങ്കിൽ ലോഡും സ്പാനും കൂടുതലായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ലാസ്റ്റ് വണ്ണാണ് RCC ലിൻഡൽ. RCC ലിൻഡലാണെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അതിൽ പ്രീകാസ്റ്റും ഉണ്ട്, കാസ്റ്റിംഗ് സിറ്റിയും ഉണ്ട്. പ്രീകാസ്റ്റ് ആണെങ്കിൽ 2 മീറ്റർ വരെ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് ലിമിറ്റഡ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ലിൻഡലിൻ്റെ അതിൻ്റെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഷോർട്ടായിട്ട് പറയുകയാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചതിന് ശേഷം കേൾക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് കൂടുതൽ യൂട്ടിലൈസ് ആവുക. പിന്നെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പറയുമ്പം പോയിന്റ്സ് നോട്ടിൽ എഴുതി വെച്ചിട്ട് എന്തായാലും 2-3 പ്രാവശ്യം റിവൈസ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെയർ നോക്കാം അല്ലേ. നെക്സ്റ്റ് നമ്മൾ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റെയർ. സ്റ്റെയറിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ
അതിൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് നോക്കാം. പിന്നെ നമുക്ക് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഏരിയയിലാണല്ലോ സ്റ്റെയർ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് നോക്കാം. പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് സ്റ്റെയർ അല്ലേ, ടൈപ്പ് ഓഫ് സ്റ്റെയേഴ്സ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയേഴ്സ് അധികം എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിൽ അല്ലേ, ലൊക്കേഷൻ ഓഫ് സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ നമുക്ക് റാമ്പ് നോക്കാനുണ്ട്, അതുപോലെ തന്നെ എസ്കലേറ്റേഴ്സ് നോക്കാനുണ്ട് അല്ലേ. റാമ്പ്, എസ്കലേറ്ററിൽ ലിഫ്റ്റ് എന്നിവയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഏരിയയിലേക്ക് കടക്കാം അല്ലേ. സ്റ്റെയർ അല്ല, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റെയർ, രണ്ടെന്താണ് എസ്കലേറ്റർ, തേർഡ് വൺ എന്താണ് റാമ്പ്, ഫോർത്ത് വൺ ലിഫ്റ്റ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ നോക്കാനുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ സ്റ്റെയറിന് തന്നെ തുടങ്ങാം അല്ലേ. സ്റ്റെയർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതവിടെ നോക്കാനുണ്ട്. അപ്പോൾ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ട് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഓഫ് സ്റ്റെപ്പ് ബിറ്റ്വീൻ ഫ്ലോർസ് ആണ് അല്ലേ. രണ്ട് ഫ്ലോർ ഉണ്ടെങ്കിൽ ആ ഫ്ലോറിൻ്റെ ഇടയിലുള്ള ഈ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പ് അല്ലേ, ഈ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയർ അല്ലേ, സ്റ്റെയർ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക അധികവും? നമ്മൾ പബ്ലിക് ബിൽഡിങ്ങിലാണെങ്കിലും റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിലും നോക്കാം. പബ്ലിക് ബിൽഡിങ്ങിലാണെങ്കിൽ നമ്മൾ സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ദ എൻട്രൻസ് ആണ് അല്ലേ. നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റെയർ കൊടുക്കുക അല്ലേ. നിങ്ങൾക്ക് ഓരോ പബ്ലിക് ബിൽഡിങ്ങിൽ പോയത് ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റ് ഈ ഒരു റൂൾസ് ഒക്കെ അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ എൻട്രൻസിൽ തന്നെ അല്ലേ, നിയർ ദ എൻട്രൻസിൽ തന്നെയായിരിക്കും നമ്മളെ പബ്ലിക് ബിൽഡിങ്ങിൽ സ്റ്റെയർ ഉണ്ടാവുക. മറിച്ച് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലോ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒന്നിക്കൽ സെൻട്രലി ആയിരിക്കും അല്ലേ, എല്ലാ റൂമൊന്നും ഒക്കെ എക്സെപ്സിബിൾ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും. ഒന്നിക്കൽ സെൻട്രലിലായിരിക്കും, അല്ലെങ്കിൽ എല്ലാ റൂംസിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കും ഈ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ സ്റ്റെയർ കൊടുക്കുക എന്നുള്ളത്. നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ എഴുതിയാലോ. സ്റ്റെയർ അല്ലേ, എന്താണ് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റെയർ എന്ന് പറഞ്ഞാലാണ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതിൽ എന്താണ് സ്റ്റെയർ? സീരീസ് ഓഫ് സ്റ്റെപ്സ് ബിറ്റ്വീൻ ഫ്ലോർസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെയർ എവിടെയാണ് പബ്ലിക് ബിൽഡിങ്ങിൽ കൊടുക്കുക, എവിടെയാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ കൊടുക്കുക? പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ അല്ലേ, പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിയർ എൻട്രൻസ് ആയിരിക്കും, നിയർ എൻട്രൻസ് ആയിരിക്കും. മറിച്ച് ഇതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലോ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ എവിടെയാണ് സ്റ്റെയർ കൊടുക്കുക? റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ സ്റ്റെയർ കൊടുക്കുക സെൻട്രലി ആണ് അല്ലേ. ഒന്നിക്കൽ സെൻട്രലി ലൊക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എവിടെയാണ് വരിക? അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് കൊടുക്കുക? ഒന്നിക്കൽ സെൻട്രലി ലൊക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈസിലി ആക്സസ് ഫ്രം ഓൾ റൂംസ് അല്ലേ. എല്ലാ റൂമൊന്നും പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ സ്റ്റെയർ കൊടുക്കും. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും പബ്ലിക് ബിൽഡിങ്ങിലും എവിടെയാണ് സ്റ്റെയർ കൊടുക്കുക എന്നുള്ളത് നോക്കി വെക്കുക. ഇനി നമുക്ക് സ്റ്റെയറിൽ തന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസ് നോക്കാം അല്ലേ. ടെക്നിക്കൽ ടേംസ് നോക്കാം. എന്തൊക്കെയാണ് ടെക്നിക്കൽ ടേംസ് സ്റ്റെയറിൽ നോക്കാനുള്ളത്? ഫസ്റ്റ് വണ്ണാണ് ഹാൻഡ് റെയിൽ അല്ലേ. ഹാൻഡ് റെയിൽ, ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് പറയാല്ലേ, നമ്മളിപ്പോൾ ഒരു സ്റ്റെയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എൻഡിലൊരു സപ്പോർട്ട് ഉണ്ടാവും, പിന്നെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു റെയിൽ ഉണ്ടാവും അല്ലേ, നിങ്ങൾ കൈയൊക്കെ വെച്ച് പിടിച്ച് കയറുന്ന ആ ഒരു ഏരിയ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ? ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് മെമ്പർ
അറ്റ് കൺവീനിയന്റ് ഹൈറ്റ് അല്ലേ, കൺവീനിയന്റ് ഹൈറ്റിൽ കൊടുക്കുന്ന ആ ഒരു ഇൻക്ലൈൻഡ് മെമ്പറിനെയാണ് നമ്മൾ ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്, ഹാൻഡ് റെയിൽ പറഞ്ഞു. പിന്നെ സെക്കൻഡ് വൺ നോക്കാനുള്ളതാണ് ന്യൂവൽ പോസ്റ്റ് അല്ലേ, ന്യൂവൽ പോസ്റ്റ്. ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് റെയിൽ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ കയറുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു റൗണ്ടിലുള്ള സാധനമൊക്കെ ആയിട്ട് അതുപോലെ എൻഡ് ചെയ്യുന്ന സ്ഥലത്തും ഒരു മെയിൻ സപ്പോർട്ട് പോലെ ഉണ്ടാവും അല്ലേ, അതിനെയാണല്ലേ നമ്മൾ ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ അല്ലേ, വേർട്ടിക്കൽ പോസ്റ്റ് അറ്റ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഓഫ് സ്റ്റെയർ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ വേർട്ടിക്കൽ പോസ്റ്റ് at starting and ending of stair അല്ലേ. ഇനി തേർഡ് വണ്ണ് നോക്കാനുള്ളത് എന്താണ്, തേർഡ് വണ്ണ് നമുക്ക് നോക്കാനുള്ളത് ബാലുസ്റ്റേഴ്സ് അല്ലേ. ബാലുസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇപ്പോൾ സ്റ്റെയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളതും എൻഡിങ്ങിലുള്ളതും നമ്മൾ ന്യൂവൽ പോസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ന്യൂവൽ പോസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇതിന് ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സ് ഉണ്ട് അല്ലേ, ആ ഒരു ഇന്റർമീഡിയറ്റ് വെർട്ടിക്കൽ സപ്പോർട്ടിനെയാണ് നമ്മൾ ബാലുസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബാലുസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാലുസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പർ സപ്പോർട്ടിങ് ഹാൻഡ് റെയിൽ അല്ലേ, അതിനെയാണ് നമ്മൾ ബാലുസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് ഫ്ലൈറ്റ് അല്ലേ. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർത്ത് വണ്ണ് ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റിന് എന്താണ് നമ്മൾ പറയുക, സീരീസ് ഓഫ് സ്റ്റെപ്പ് വിത്തൗട്ട് എ പ്ലാറ്റ്ഫോം അല്ലേ. നമുക്ക് സീരീസ് ഓഫ് സ്റ്റെപ്പ് വിത്തൗട്ട് എ പ്ലാറ്റ്ഫോം ഓർ ലാൻഡിങ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുക. എന്താണ് ഫ്ലൈറ്റ്, സീരീസ് ഓഫ് സ്റ്റെപ്പ് വിത്തൗട്ട് എ പ്ലാറ്റ്ഫോം, ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഫിഫ്ത്ത് വൺ അല്ലേ, ഫിഫ്ത്ത് വൺ എന്താണ്, ഫിഫ്ത്ത് വണ്ണ് വരുന്നത് ത്രെഡ് അല്ലേ. ഫിഫ്ത്ത് വണ്ണ് നമുക്ക് ത്രെഡ് നോക്കാം. എന്താണ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പാർട്ട് അല്ലേ, ഹൊറിസോണ്ടൽ പാർട്ട് വേർ ഫൂട്ട് ഈസ് പ്ലേസ്ഡ് അല്ലേ. ഇപ്പോൾ ഇതൊരു സ്റ്റെയർ ആണെങ്കിൽ ഈ ഒരു ഹൊറിസോണ്ടൽ പാർട്ട് അല്ലേ ഇവിടെ ആയിരിക്കില്ല നമ്മൾ കാല് വെക്കുക. അപ്പം ആ ഒരു ഹൊറിസോണ്ടൽ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡ് എന്താണ്, ഹൊറിസോണ്ടൽ പാർട്ട് വേർ ഫൂട്ട് ഈസ് പ്ലേസ്ഡ് അല്ലേ, അതിനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡ് പറയുമ്പോൾ തന്നെ അതിനെ കണക്ട് ചെയ്തിട്ട് റൈസും കൂടെ പഠിക്കാം അല്ലേ. റൈസ് അല്ലേ, റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പർ ഫേസ് ഓഫ് എനി കോൺസിക്യൂട്ടീവ് സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞു, അതിൽ ഈ ഒരു കാര്യം അല്ലേ, ഈ ഒരു ഫേസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. എന്താണ് റൈസ്, വെർട്ടിക്കൽ distance between upper face of any consecutive step അല്ലേ, അതിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ടേമാണ് വിൻഡേഴ്സ് അല്ലേ. വിൻഡേഴ്സ് എന്നുള്ള ടേം നോക്കാം. വിൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഒരു സ്റ്റെയർ ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു
ഇങ്ങനെ വന്നിട്ട് പിന്നെ വേറൊരു ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചോട്ടെ. അപ്പം അവിടെ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ വിൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എന്താണ് വിൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഇൻക്ലിനേഷൻ with respect to horizontal or angle made by line sorry വിൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. എഴുതിയത് മാറിയിട്ടുണ്ട്. വിൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പറിങ് സ്റ്റെപ്പ് യൂസ്ഡ് ടു ചേഞ്ച് ഡയറക്ഷൻ അല്ലേ. ഡയറക്ഷൻ ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇതാണ് വിൻഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? നെക്സ്റ്റ് ഒരു ടെക്നിക്കൽ ടേം എന്താണ് വരുന്നത്? നെക്സ്റ്റ് വരുന്ന ടെക്നിക്കൽ ടേം ആണ് നോസിങ് അല്ലേ. നോസിങ് ആണ്. നോസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ പ്രൊജക്ഷൻ അല്ലേ. നമ്മളിപ്പോൾ സ്റ്റെയർ ആണെങ്കിൽ ഈ ഒരു സ്റ്റെയറിലേക്കുള്ള ഇങ്ങനൊരു ഔട്ടർ പ്രൊജക്ഷൻ ഉണ്ടാവും അല്ലേ. ആ ഒരു ഔട്ടർ പ്രൊജക്ഷനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് നോസിങ് എന്ന് പറഞ്ഞാൽ? outer projection on thread beyond റൈസ് അല്ലേ. അതിനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ലാസ്റ്റ് ഒരു ടേം സോഫിറ്റ് അല്ലേ. ഒരുപാട് ടേം നോക്കാനുണ്ട്. അപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കാം. സോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അണ്ടർ സർഫസ് ആണ് അല്ലേ. അണ്ടർ സർഫസ് ഓഫ് എൻ ആർച്ച് ആണ് നമ്മൾ ഈ ഒരു സോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ഇങ്ങനെ ഒരു സ്റ്റെയർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു അടിയിൽ നിന്നുള്ള ആ ഒരു സർഫസ് അല്ലേ, അതാണ് സോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അണ്ടർ സർഫസ് ഓഫ് സ്റ്റെയർ അല്ലേ. ഇത്രയാണ് ടെക്നിക്കൽ ടേംസ് നോക്കാനുള്ളത്. നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സ്റ്റെയറിൽ തന്നെ ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് നോക്കിയാലോ. ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് അല്ലേ. ടൈപ്പ് ഓഫ് സ്റ്റെപ്പാണ് നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെ ടൈപ്പ് സ്റ്റെപ്പാണ് നോക്കാനുള്ളത്? ഫസ്റ്റ് വൺ വരുന്നതാണ് ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് അല്ല, നമുക്ക് ടൈപ്പ് ഓഫ് സ്റ്റെയർ നോക്കാം കേട്ടോ. ടൈപ്പ് ഓഫ് സ്റ്റെയർ നോക്കാം. ടൈപ്പ് ഓഫ് സ്റ്റെയർ ആണ് നോക്കുന്നത്. ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇന്നിപ്പം ടൈപ്പ് ഓഫ് സ്റ്റെയറും പിന്നെ റാമ്പും ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സിലബസിൽ ഇന്നെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല അല്ലേ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റെപ്പും കൂടെ ഒന്ന് നോക്കാം. ടൈപ്പ് ഓഫ് സ്റ്റെയർ നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് സ്റ്റെയറിൽ വരുന്നത് ഏതാണ്? ഫസ്റ്റ് വൺ വരുന്നതാണ് സ്ട്രെയിറ്റ് സ്റ്റെയർ അല്ലേ. ഫസ്റ്റ് വൺ ആണ് സ്ട്രെയിറ്റ് സ്റ്റെയർ. സെക്കൻഡ് വൺ എന്താണ്? ടേണിംഗ് സ്റ്റെയർ. തേർഡ് വൺ എന്താണ്? കണ്ടിന്യൂസ് സ്റ്റെയർ. ഫോർത്ത് വൺ എന്താണ്? ജിയോമെട്രിക്കൽ സ്റ്റെയർ അല്ലേ. അപ്പം ഇതാണ് നമുക്ക് ടൈപ്പ് ഓഫ് സ്റ്റെയറിൽ നോക്കാനുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് സ്ട്രെയിറ്റ് സ്റ്റെയർ അല്ലേ. സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് സ്റ്റെയർ അല്ലേ. സ്ട്രെയിറ്റ് സ്റ്റെയറിൽ നമുക്ക് നോക്കാനുള്ളതാണ് നോ ഡയറക്ഷൻ ചേഞ്ച് അല്ലേ. ഒരു സ്റ്റെയർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ഇല്ലാതെ ഇങ്ങനെ
പോകുന്ന ആ ഒരു സ്റ്റെയറിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. അതുപോലെ ഇത് യൂസ് ചെയ്യുന്നത് ലോങ് ആൻഡ് നാരോ വിഡ്ത്തുള്ള ഏരിയാസിലായിരിക്കും അല്ലേ. സ്റ്റെയറിന്റെ ആ ഒരു ലെങ്ത് കൂടുതലാണ്, പക്ഷെ ആ ഒരു ടേണിങ് ഉണ്ടാവുന്നില്ല അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡയറക്ഷൻ ചേഞ്ച് എന്നുള്ളതാണ് നോക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ ലോങ് ആൻഡ് നാരോ വിഡ്ത്തുള്ള ഏരിയാസിലാണല്ലേ യൂസ് ചെയ്യുക, ഏരിയാസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് വൺ അല്ലേ, സെക്കൻഡ് വൺ നോക്കേണ്ടത് ഏതാണ്? സെക്കൻഡ് വൺ ആണ് ടേണിംഗ് സ്റ്റെയർ. ടേണിംഗ് സ്റ്റെയറിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. ടേണിംഗ് സ്റ്റെയറിൽ വരുന്നതാണ് ഫസ്റ്റ് വണ്ണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ അല്ലേ. ടേണിംഗ് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ. ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണ് ഫസ്റ്റ് വരുന്നത്. ക്വാർട്ടർ ടേൺ സ്റ്റെയർ അല്ലേ. ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണെങ്കിൽ അതിൽ എത്രയാണ്? ഒരു ഡയറക്ഷൻ ചേഞ്ച് ആയിരിക്കില്ല ഉണ്ടാവുക. ഇതിപ്പം നമ്മൾ സ്റ്റെയർ ആണെങ്കിൽ 190 ഡിഗ്രി ആയിരിക്കും അല്ലേ ഉണ്ടാവുക. 190 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പം 1 × 90 അല്ലേ, 1 റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതിൻ്റെ ടേണിങ് ഉണ്ടാവുക. അതുപോലെ തന്നെ 2 ഫ്ലൈറ്റ്സ് അറ്റ് എ ലാൻഡിങ് അല്ലേ, 2 ഫ്ലൈറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. 2 ഫ്ലൈറ്റ്സ് അറ്റ് എ ലാൻഡിങ്. എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. എക്സാമ്പിൾ ആണ് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ അല്ലെ, ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്നുള്ളത്. അതിൻ്റെ പിക്ചർ അറിയാവുന്നവരാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ ആ ഒരു മീനിങ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു പിക്ചർ വരുന്നതായിരിക്കും. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്വാർട്ടർ ടേൺ സ്റ്റെയറിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഏതാണ്? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള സ്റ്റെയർ ആണ് ഹാഫ് ടേൺ സ്റ്റെയർ. ഹാഫ് ടേൺ സ്റ്റെയർ ആണ്. ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൈറ്റ് ആംഗിൾ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അതിൻ്റെ ടേണിംഗ് എന്ന് പറയുന്നത് അപ്പം എന്താണ്? ടേണിംഗ് 2 റൈറ്റ് ആംഗിൾ ഈ ഒരു ഹാഫ് ടേൺ സ്റ്റെയറിൽ വരുന്നതാണ് അല്ലേ ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും അതുപോലെ തന്നെ ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും. ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഇത് നമ്മൾ ഇങ്ങനെ സ്റ്റെയർ ആണ്. അപ്പം ഇത് ലാൻഡിങ് ആണെങ്കിൽ അടുത്ത സ്റ്റെയർ അല്ലേ, 2 സ്റ്റെയറും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം നിങ്ങൾ വീട്ടിൽ കാണുന്നതായിരിക്കും അല്ലേ. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെയർ ഇതാണെങ്കിൽ അടുത്ത സ്റ്റെയർ ഇതേ രീതിയിൽ അല്ലേ. അപ്പം ഇതിനെയാണ് നമ്മൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ അല്ലേ, ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ ആണിത്. ഇത് ഡോഗ് ലെഗ്ഡ് അല്ലേ, ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണ്. നോക്കി വെക്കുക. ഇതെവിടെയാണ് യൂസ് ചെയ്യുക? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു ടോട്ടൽ വിഡ്ത്ത് ഓഫ് നമ്മൾ എവിടെയാണോ സ്റ്റെയർ കൊടുക്കാൻ പോകുന്നത് ആ ഒരു ഏരിയൻ്റെ ടോട്ടൽ വിഡ്ത്ത് ഓഫ് സ്പേസ് അവൈലബിൾ ആണെങ്കിൽ അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ സ്പേസ് നമുക്ക് എത്ര അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ടോട്ടൽ വിഡ്ത്ത് ആണോ അത് ട്വൈസ് ദ വിഡ്ത്ത് ഓഫ് സ്റ്റെപ്പ് ആണെങ്കിൽ അവിടെയാണല്ലേ നമ്മൾ ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഇതൊരു വിഡ്ത്ത്, 2 വിഡ്ത്താണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ട്വൈസ് ദ വിഡ്ത്ത് ഏരിയ നമുക്ക് അവിടെ അവൈലബിൾ ആണെങ്കിൽ അവിടെയാണ് നമ്മൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ യൂസ് ചെയ്യുന്നത്. മറിച്ച് ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ ആണെങ്കിലോ, ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ ആണെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് സ്പേസ് കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ട്വൈസ് ഇതിൻ്റെ 2ൻ്റെയും ആ ഒരു വിഡ്ത്തിൻ്റെ ട്വൈസ് അല്ല അതിലും കൂടുതൽ ഓപ്പൺ സ്പേസ് അവൈലബിൾ ആണെങ്കിൽ അവിടെയാണ് നമ്മൾ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ യൂസ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക.
പിന്നെ വരുന്നതാണ് 3/4 ടേൺ അല്ലേ. 3/4 ടേൺ ആണ് വരുന്നത്. 3/4 ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ടേൺ അല്ലേ. 3/4 ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ 3 ഡയറക്ഷൻ ചേഞ്ച് അല്ലേ. 3 റൈറ്റ് ആംഗിൾസ് ഉണ്ടാവും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതൊരു സ്റ്റെയർ, ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ടാവും. പിന്നെ ഇത് ഇങ്ങനെ ഒരു സ്റ്റെയർ, പിന്നെ ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ടാവും, ഇത് സ്റ്റെപ്പ്. പിന്നെ ഇവിടെ സ്റ്റെയർ, ഇവിടെ ലാൻഡിങ് ഉണ്ടാവും, പിന്നെ ഇങ്ങനെ അല്ലേ. ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ 3/4 ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. 3 റൈറ്റ് ആംഗിൾസ് ആയിരിക്കും ഉണ്ടാവുക. ടേൺസ് 3 റൈറ്റ് ആംഗിൾ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റെയറിന്റെ ടൈപ്പിൽ വരുന്നതാണ് കണ്ടിന്യൂസ് സ്റ്റെയർ അല്ലേ. കണ്ടിന്യൂസ് സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഡിയേറ്റഡ് ഫ്രം സെന്റർ അല്ലേ. ഒരു സെന്ററിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു സ്റ്റെയറിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് സ്പൈറൽ, ഹെലിക്കൽ, സർക്കുലർ സ്റ്റെയർ ഒക്കെ അല്ലേ. അപ്പൊ നമ്മൾ സ്റ്റെയറിൻ്റെ അല്ലേ ടൈപ്പ് ഓഫ് സ്റ്റെയർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടൈപ്പ് ഓഫ് സ്റ്റെയറിൽ നമുക്ക് നെക്സ്റ്റ് വൺ അല്ലേ, തേർഡ് വണ്ണ് നോക്കാനുള്ള ടൈപ്പ് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നതാണ് കണ്ടിന്യൂസ് സ്റ്റെയർ. കണ്ടിന്യൂസ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയേറ്റ് ഫ്രം സെന്റർ ആണ്. അതുപോലെ നോക്കി വെക്കേണ്ട കാര്യം എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. എക്സാമ്പിൾസ് ആണ് സ്പൈറൽ, അതുപോലെ തന്നെ ഹെലിക്കൽ അല്ലേ. ഇതൊക്കെ വരുന്നതാണ് കണ്ടിന്യൂസ് സ്റ്റെയറിൻ്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് ഫോർത്ത് വൺ അല്ലേ. ഫോർത്ത് വൺ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ജിയോമെട്രിക്കൽ അല്ലേ. ജിയോമെട്രിക്കൽ സ്റ്റെയർ ആണ്. ജിയോമെട്രിക്കൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത്. എക്സാമ്പിൾസ് വരുന്നതാണ് സർക്കുലർ സ്റ്റെയറും സ്പൈറൽ സ്റ്റെയറും ഒക്കെ. എക്സാമ്പിൾസ് ആണ് നോക്കി വെക്കേണ്ടത്. എക്സാമ്പിൾസ് സർക്കുലർ, സ്പൈറൽ ഒക്കെ വരുന്നതാണ് ഇതിൻ്റെ ജിയോമെട്രിക്കൽ സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റെയറിൻ്റെ ടൈപ്പ് നോക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് KMBR പ്രകാരമുള്ള കുറച്ച് വാല്യൂസ് നോക്കാം അല്ലേ. എത്രയാണ് മിനിമം വിഡ്ത്ത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് KMBR പ്രകാരം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. NBC പ്രകാരമുള്ളത് പറയുന്നില്ല. രണ്ടും കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെയർ KMBR അല്ലേ. KMBR പ്രകാരം 120 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ മാക്സിമം ത്രെഡ് അല്ലേ, മാക്സിമം വിഡ്ത്ത് ഓഫ് ത്രെഡ് ആണ്. മാക്സിമം വിഡ്ത്ത് ഓഫ് ത്രെഡ് ആണെങ്കിൽ എത്രയാണ് വരിക? 30 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ മിനിമം അല്ലേ, മാക്സിമം എന്നുള്ളത് മിനിമം വിഡ്ത്ത് ഓഫ് ത്രെഡ് ആണെങ്കിൽ 25 സെൻറ്റിമീറ്റർ ആണ്, ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ മാക്സിമം ഹൈറ്റ് ഓഫ് റൈസർ അല്ലേ. മാക്സിമം ഹൈറ്റ് ഓഫ് റൈസർ എത്രയാണ്? മാക്സിമം ഹൈറ്റ് വരുന്നത് 150 മീറ്റർ ആണ്. 15 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 15 സെൻറ്റിമീറ്റർ ആണ്. പിന്നെന്താണ്? മിനിമം ഹൈറ്റ് ഓഫ് ഹെഡ് റൂം അല്ലേ. മിനിമം ഹൈറ്റ് ഓഫ് ഹെഡ് റൂം 2.2 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഹാൻഡ് റെയിൽ അല്ലേ. ഹാൻഡ് റെയിൽ എന്താണ് നമ്മൾ പറഞ്ഞു. ആ ഒരു ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് വരുന്നത് 90 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെയറിലുള്ള
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയറിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഓഫ് സ്റ്റെപ്പാണ് അല്ലേ, സീരീസ് ഓഫ് സ്റ്റെപ്പ് ബിറ്റ്വീൻ ഫ്ലോർസ് ആണ് നമ്മൾ സ്റ്റെയർ എന്ന് പറഞ്ഞത്. പിന്നെ ടെക്നിക്കൽ ടേംസ് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്റ്റെയറിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് നമ്മൾ ഹാൻഡ് റെയിൽ പറഞ്ഞു. ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് അറ്റ് കൺവീനിയന്റ് ഹൈറ്റിൽ, അതിനെയാണ് നമ്മൾ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ പോസ്റ്റ് അറ്റ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ആണ്. അതുപോലെ തന്നെ ബാലുസ്റ്റർ അല്ലെ, ബാലുസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പർ സപ്പോർട്ടിങ് ഹാൻഡ് റെയിൽ ആണ് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ത്രെഡ് പറഞ്ഞു. ഹൊറിസോണ്ടൽ പാർട്ട് വേർ ഫൂട്ട് പ്ലേസ്ഡ് അല്ലേ, നമ്മൾ കാല് വെക്കുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ ത്രെഡ് എന്ന് പറയും. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പർ ഫേസ് ഓഫ് എനി കോൺസിക്യൂട്ടീവ് സ്റ്റെപ്പ് അല്ലേ. അപ്പം അതിനാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുണ്ടായിരുന്നത് നോസിങ് ആണ് അല്ലേ. നോസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ പ്രൊജക്ഷൻ അല്ലേ, ഔട്ടർ പ്രൊജക്ഷൻ യൂസ്ഡ് ബിയോണ്ട് ത്രെഡ് അല്ലേ, ത്രെഡിൽ നിന്ന് ഉള്ള ഒരു ഔട്ടർ പ്രൊജക്ഷനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? സോഫിറ്റ് അല്ലെ, സോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ ആണ്. വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പറിംഗ് സ്റ്റെപ്പ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഫ്ലൈറ്റ് അല്ലേ, അതിനെയാണ് നമ്മൾ വിൻഡോസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റെയർ നോക്കി. ടൈപ്പ് ഓഫ് സ്റ്റെയറിൽ വരുന്നതാണ് ഏതാണ്? സ്ട്രെയിറ്റ് സ്റ്റെയർ, ടേണിംഗ് സ്റ്റെയർ, പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഏതാണ്? കണ്ടിന്യൂസ് സ്റ്റെയറും ജിയോമെട്രിക്കൽ സ്റ്റെയറും അല്ലേ. അപ്പം അതിൽ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കുക, എക്സാമ്പിൾസ് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ സ്റ്റെയർ എവിടെ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. പബ്ലിക് ബിൽഡിങ്ങിലാണെങ്കിൽ നിയർ ദ എൻട്രൻസ് ആയിരിക്കും. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ സെൻട്രലി ആണ് ലൊക്കേറ്റ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ഈസിലി ആക്സസ് ഫ്രം ഓൾ റൂംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ KMBR പ്രകാരമുള്ള മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെയർ, അതുപോലെ തന്നെ ത്രെഡ്, ഹാൻഡ് റെയിൽ, അതുപോലെ തന്നെ ഹെഡ് റൂമിൻ്റെ ഹൈറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ നോക്കാനുള്ള വേറെ എന്താണ് അല്ലേ, റാമ്പ് എന്ന് പറയുന്നത്. റാമ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റാമ്പ് അല്ലേ, റാമ്പിൽ എന്തൊക്കെയാണ് നോക്കാനുള്ളത്? റാമ്പിൽ ഫസ്റ്റ് നമുക്ക് യൂഷ്വൽ സ്ലോപ്പ് അല്ലേ, നമ്മൾ റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ലോപ്പിൽ കൊടുക്കുന്ന സാധനമാണ് അല്ലേ. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ അകത്ത് സ്റ്റെയേഴ്സ് ഉണ്ടാവും. മറിച്ച് റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ സ്ലോപ്പിൽ അല്ലേ, ഇതേ രീതിയിൽ സ്ലോപ്പിൽ കൊടുക്കുന്നതാണ് നമ്മൾ സ്റ്റെയർ റാമ്പ് എന്ന് പറയുന്നത്. അപ്പം റാമ്പിൻ്റെ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആ ഒരു സ്ലോപ്പ് തന്നെയാണ് അല്ലേ. റാമ്പിൻ്റെ എന്താണ് വരുന്നത്? റാമ്പിൻ്റെ സ്ലോപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് യൂഷ്വൽ സ്ലോപ്പ് അല്ലേ, യൂഷ്വൽ സ്ലോപ്പ് വരുന്നത് 1/15 ആണ്. അതുപോലെ തന്നെ ഡിസൈറബിൾ സ്ലോപ്പ് അല്ലേ, ഡിസൈറബിൾ ആണെങ്കിൽ സ്ലോപ്പ് വരുന്നത് 1/10 ആണ് എന്നുള്ളത് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു റാമ്പിന് ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്ന മിനിമം വിഡ്ത്ത് അല്ലേ, ഹോസ്പിറ്റലിലെ മിനിമം വിഡ്ത്ത് എത്രയാണ് വരിക? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മിനിമം വിഡ്ത്ത് വരുന്നത് 2.25 മീറ്റർ ആണ് അല്ലേ, 2.25 മീറ്റർ ആണ് നോക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് റാമ്പിൽ നോക്കാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എസ്കലേറ്റർ ആണ് കേട്ടോ. എസ്കലേറ്റർ ആണ്. എസ്കലേറ്ററും എന്താണ്? ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്, പക്ഷെ മൂവിങ് സ്റ്റെയർ ആണ് അല്ലേ. നിങ്ങൾ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എസ്കലേറ്റർ നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു ടേം തന്നെയായിരിക്കും എസ്കലേറ്റർ എന്ന് പറയുന്നത്. ആ ഒരു മൂവിങ് സ്റ്റെയറിനെയാണ് നമ്മൾ എസ്കലേറ്റർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ? മൂവിങ് സ്റ്റെയർ ആണ് അല്ലേ, മൂവിങ് സ്റ്റെയർ ആണ് നമ്മൾ എസ്കലേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ വിഡ്ത്ത് അല്ലേ, വിഡ്ത്ത് 1.2 മീറ്റർ ആണ് വരിക. അതുപോലെ തന്നെ അതിനൊരു സ്പീഡ് ഉണ്ടാവും അല്ലേ, സ്പീഡ് എന്ന് പറയുന്നത് 450 mm/s ആണ് അല്ലേ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ലിഫ്റ്റും കൂടെ നോക്കാം അല്ലേ, ലിഫ്റ്റ് നോക്കാം. ലിഫ്റ്റ് അല്ലേ, ലിഫ്റ്റിൽ എന്താണ് വരുന്നത്? ലിഫ്റ്റിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അധികം ഒക്യുപ്പൻസിയിൽ നമ്മൾ ലിഫ്റ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫ്ലോർസിന് കൂടുതലായിട്ട് വരികയാണെങ്കിൽ അല്ലേ, 4 നിലയിൽ കൂടുതൽ വരികയാണെങ്കിലാണ് നമ്മൾ ലിഫ്റ്റ് ചൂസ് ചെയ്യേണ്ടത്. എക്സെപ്റ്റ് ഗ്രൂപ്പ് സിയിലെ, ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് അല്ലേ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ് നമ്പർ ഓഫ് സ്റ്റോറീസ് ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ തന്നെ നമ്മൾ അവിടെ ലിഫ്റ്റ് കൊടുക്കണം. അപ്പം ഗ്രൂപ്പ് സി ആണെങ്കിൽ നമ്മളവിടെ ലിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റോറി
ഗ്രേറ്റർ ദാൻ 3 വരുന്ന സമയത്താണ്. മറിച്ച് അതർ ഒക്യുപ്പൻസീസ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 4 വന്നാൽ നമ്മൾ ലിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് ലിഫ്റ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ലിഫ്റ്റിൽ നമ്മൾ സ്റ്റെയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് നമ്മൾ സ്ലോപ്പിൽ കൊടുക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെ യൂഷ്വൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/15 ആണ്. ഡിസൈറബിൾ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആണ്. പിന്നെ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ കൊടുക്കുന്ന മിനിമം വിഡ്ത്ത് ഓഫ് റാമ്പ് എന്ന് പറയുന്നത് 2.25 മീറ്റർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ എസ്കലേറ്ററിൽ നോക്കുന്ന സമയത്ത് എസ്കലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവിങ് സ്റ്റെയർ ആണ് അല്ലേ. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.2 മീറ്റർ ആണ്. സ്പീഡ് വരുന്നത് 450 mm/s ആണെന്നുള്ളത് ഓർത്ത് വെക്കുക അല്ലേ. പിന്നെ ലിഫ്റ്റ് ആണെങ്കിൽ ലിഫ്റ്റ് നമ്മൾ അതർ ഓക്യുപ്പൻസീസിൽ നമ്മൾ കൊടുക്കുക ഗ്രേറ്റർ ദാൻ 4 വരുന്ന സമയത്താണ് ഫ്ലോർസ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സി ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റോറീസ് ഗ്രേറ്റർ ദാൻ 3 വരികയാണെങ്കിൽ നമ്മൾ ലിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആർച്ചിലേക്കും കൂടെ നോക്കാം അല്ലേ. ആർച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ആർച്ചിലെ അപ്പം എന്താണ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ. ഇങ്ങനെയുള്ളൊരു ഇതിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അല്ലേ, സ്റ്റോണ് അല്ലെങ്കിൽ ബ്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഷേപ്പിലുള്ള ഒരു കാര്യത്തിനാണല്ലേ നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർച്ച് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അറേഞ്ച്മെന്റ്സ് ഓഫ് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ് ഓഫ് ഐദർ സ്റ്റോൺ ഓർ ബ്രിക്സ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു ആർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ലിൻഡലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ എബോ ഓപ്പണിങ്ങിന്റെ മുകളിലാണ് നമ്മൾ ആർച്ച് കൊടുക്കുക എന്നുള്ളതും കൂടെ നോക്കി വെക്കാം. അപ്പം എന്താണ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് വെഡ്ജ് ഷേപ്ഡ് units of either stone or brick അല്ലേ. അതിനെയാണ് നമ്മൾ ആർച്ച് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ആർച്ച് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട് അല്ലേ. ആർച്ചിൽ നമ്മൾ സ്റ്റെയറിൽ പഠിച്ച പോലെ തന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസ് നമുക്ക് ആർച്ചിലും പഠിക്കാനുണ്ട്. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മാക്സിമം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ നോക്കുക. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോയെന്നും കൂടെ ചെക്ക് ചെയ്യാം. അപ്പം ടെക്നിക്കൽ ടേംസ് അല്ലേ. ഫസ്റ്റ് വണ്ണാണ് ഇൻട്രഡോസ് അല്ലേ. ഇൻട്രഡോസ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഇൻട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്നർ കർവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആർച്ച് ഉണ്ടാവും, ആ ഒരു ആർച്ചിൻ്റെ ആ ഒരു ഇന്നർ കേർവിനെയാണല്ലോ നമ്മൾ ഇൻട്രഡോസ് എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ കേർവ് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ ഇൻട്രഡോസ് എന്നുള്ള ടേമോട് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്താണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രഡോസ് ആണ്. എക്സ്ട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ടർ കർവാണ് അല്ലേ. ഈ ഒരു ഔട്ടർ കേർവിനെയാണ് നമ്മൾ എക്സ്ട്രഡോസ് എന്ന് പറയുന്നത്. എന്താണ് എക്സ്ട്രഡോസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ കർവ് അല്ലേ. ഔട്ടർ കേർവ് ഓഫ് ആർച്ച് ആണ് നമ്മൾ എക്സ്ട്രഡോസ് എന്ന് പറയുന്നത്, ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ നോക്കുന്ന തേർഡ് വൺ എന്താണ്, ആണ് അബട്ട്മെന്റ് അല്ലേ. അബട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അബട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് സപ്പോർട്ടാണ്. എൻഡ് സപ്പോർട്ട് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ അബട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പിയർ അല്ലേ. പിയർ എന്നുള്ളൊരു ടെക്നിക്കൽ ടേം ആണ് നോക്കേണ്ടത്. പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്റർമീഡിയറ്റ് സപ്പോർട്ടാണ് അല്ലേ. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് ആർച്ചിനെയാണ് നമ്മൾ പിയർ എന്ന് പറയുന്നത് അല്ലേ. അതാണ് പിയർ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ടേം ആണ് സോഫിറ്റ് അല്ലേ. സോഫിറ്റ് ആണ്. സോഫിറ്റ് എന്താണ്, സോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഓർ അണ്ടർ സർഫസ് ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ ആർച്ച് പറഞ്ഞു, ഈ ഒരു ആർച്ചിനെ ഇന്നർ ഓർ അണ്ടർ സർഫസിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. സോഫിറ്റ് എന്ന് പറയുന്നത് ആർച്ചിന്റെ ഇന്നർ സർഫസിനെ അല്ലേ.
ഇന്നർ സർഫസ് ഓഫ് ആർച്ചാണ് സോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ടേമാണ് സ്ക്യൂ ബാക്ക് അല്ലേ. സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് സർഫസ് ഓൺ ദ ടോപ്പ് ഓഫ് അബട്ട്മെന്റ് അല്ലേ. ഇൻക്ലൈൻഡ് സർഫസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ അബട്ട്മെന്റിനെയാണ് നമ്മൾ എന്താണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻക്ലൈൻഡ് സർഫസ് അല്ലേ. നമ്മളിപ്പോൾ ആർച്ച് ഇതാണെങ്കിൽ അബട്ട്മെന്റ് ഇവിടെയാണല്ലേ, രണ്ട് എൻഡ് സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അതിൽ ഇവിടെ ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. എന്താണ് സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്? ഇൻക്ലൈൻഡ് സർഫസ് ഓൺ ദ ടോപ്പ് ഓഫ് അബട്ട്മെന്റ് അല്ലേ, അതിനെയാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ നോക്കേണ്ട വേറൊരു ടേമാണ് റൈസ് അല്ലേ. റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പ്രിങ്ങിങ് ലൈൻ ആൻഡ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ഇൻട്രഡോസ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്പ്രിങ്ങിങ് ലൈൻ നോക്കാം അല്ലേ. സ്പ്രിങ്ങിങ് ലൈൻ പറഞ്ഞിട്ട് റൈസ് പറയാം. സ്പ്രിങ്ങിങ് ലൈന് ഫസ്റ്റ് പറയാം. സ്പ്രിങ്ങിങ് ലൈൻ അല്ലേ. സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി ലൈൻ ജോയിനിങ് ടു സ്പ്രിങ്ങിങ് പോയിന്റ്സ് അല്ലേ, അതിനെയാണ് നമ്മൾ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ ആർച്ചെങ്കിലും അതിൻ്റെ ഇവിടെ അബട്ട്മെന്റ് ഉണ്ടാവും അല്ലേ, ഇവിടെ അബട്ട്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു അബട്ട്മെന്റിൽ ഈ ഒരു ഇതാണല്ലേ സ്പ്രിങ്ങിങ് പോയിന്റ്സ് വരുന്നത്. ആ ഒരു സ്പ്രിങ്ങിങ് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഇമാജിനറി ലൈൻ അല്ലേ, അതിനെയാണ് നമ്മൾ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. എന്താണ് സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇമാജിനറി ലൈൻ ജോയിനിങ് ടു സ്പ്രിങ്ങിങ് പോയിന്റ് അല്ലേ, അതിനെയാണ് നമ്മൾ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൈസ് പറയാം. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൈസ് എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പ്രിങ്ങിങ് ലൈൻ ആൻഡ് springing line and high point of introduce, അതിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഡെപ്ത് അല്ലേ, ഡെപ്ത് നോക്കാനുണ്ട്. ഡെപ്ത് ഓർ ഹൈറ്റ് അല്ലേ. ഡെപ്ത് ഓർ ഹൈറ്റ് ഓഫ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻട്രഡോസ് ആൻഡ് എക്സ്ട്രഡോസ് അല്ലേ, അതാണ് നമ്മൾ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ആർച്ച് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻട്രഡോസ് എന്താണ് നമ്മൾ പറഞ്ഞു? ഇൻട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ കേർവ് ആണ് അല്ലേ. എക്സ്ട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ കേർവ് ആണ്. അപ്പം അത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ, അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ആർച്ചിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കീ ആണ് അല്ലേ. കീയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ടെക്നിക്കൽ ടേംസ് വൈൻഡപ്പ് ചെയ്ത് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗസിയർ അറ്റ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ക്രൗൺ ആണ്. വൗസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് ഇല്ലായിരുന്നു അല്ലേ. വൗസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റിനെയാണ് നമ്മൾ വൗസിയർ എന്ന് പറയുന്നത്. ഈ ഒരു വെഡ്ജ് ഷേപ്പിലായിട്ടുള്ള യൂണിറ്റിലെ അതിനെയാണ് നമ്മൾ വൗസിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആർച്ച് ആണെങ്കിൽ ഒരുപാട് വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ്സ് ഉണ്ടാവും അല്ലേ. അതുപോലെ ഈ ഒരു വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റ്സ് പ്ലേസ്ഡ് ഓൺ ദ ഹയസ്റ്റ് പോയിന്റ് അല്ലേ, അതിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഹയസ്റ്റ് പോയിന്റ് വരുന്നത്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു വെഡ്ജ് ഷേപ്പ്ഡ് യൂണിറ്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു വൗസിയറിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അപ്പൊ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൗസിയർ അറ്റ് ഹൈ പോയിന്റ് അറ്റ്
ക്രൗൺ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് ഓഫ് എക്സ്ട്രഡോസ് അല്ലെ, ഇതാണ് നമ്മൾ എക്സ്ട്രഡോസ് എന്ന് പറഞ്ഞു. അതിന്റെ ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് അല്ലെ, ഇവിടെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ക്രൗണിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ക്രൗണിലുള്ള വെഡ്ജ് ഷേപ്പ് അല്ലെങ്കിൽ വൗസിയറിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ആർച്ചിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ആർച്ചിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് ആണ് നോക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് വരുന്ന സമയത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വൺ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സെക്കൻഡ് വൺ നമ്പർ ഓഫ് സെന്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ തേർഡ് വൺ എന്താണ്? വർക്ക്മാൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, വർക്ക്മാൻഷിപ്പ്. പിന്നെ ഫോർത്ത് വൺ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഷേപ്പിനെയും സെന്ററിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് തന്നെ നോക്കാം. ഫസ്റ്റ് അത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ആർച്ച് ബേസ്ഡ് ഓൺ ഷേപ്പ് ആൻഡ് സെന്റർ അല്ലെ, ഷേപ്പിനെയും സെന്ററിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് ഫ്ലാറ്റ് ആർച്ച് അല്ലേ. ഫ്ലാറ്റ് ആർച്ചാണ് ഫസ്റ്റ് വണ്ണ് വരുന്നത്. അതിൻ്റെ ഇൻക്ലിനേഷൻ ആണ്. ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് മാത്രമാണ് എടുത്ത് പറയുന്നത്. ഒരു ഫ്ലാറ്റ് ആർച്ചിന് ഇൻക്ലിനേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ആണ് അതിൻ്റെ ഇൻക്ലിനേഷൻ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ സെന്റർ വരുന്നത് 1 സെന്റേർഡ് ആർച്ചാണ് ഈ ഒരു ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നത്. അപ്പം അത് നോക്കി വെക്കുക. ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ ഫ്ലാറ്റ് ആർച്ച് പറഞ്ഞു. സെക്കൻഡ് വണ്ണ് വരുന്നത് ഏതാണ്? സെക്കൻഡ് വണ്ണ് വരുന്നത് സെഗ്മെന്റൽ ആർച്ചാണ്. സെഗ്മെന്റൽ ആർച്ച് അല്ലേ. സെഗ്മെന്റൽ ആർച്ച് എന്ന് പറയുന്നത് ഇതും ഒരു 1 സെന്റേർഡ് ആർച്ച് തന്നെയാണ്. 1 സെന്റേർഡ് ആർച്ച് തന്നെയാണ് സെഗ്മെന്റൽ ആർച്ചും വരുന്നത്. സെഗ്മെന്റൽ ആർച്ച് ഒരു 1 സെന്റേർഡ് ആർച്ച് ആണെന്ന് പറഞ്ഞു. ഇനി തേർഡ് വൺ അല്ലേ. തേർഡ് വൺ എന്ന സെമി സർക്കുലർ ആർച്ച് അല്ലേ. സെമി സർക്കുലർ ആർച്ചും ഒരു 1 സെന്റേർഡ് ആർച്ചാണ്. 1 സെന്റേർഡ് ആർച്ചാണ്. പിന്നെ ഫോർത്ത് വൺ വരുന്നത് സെമി എലിപ്റ്റിക്കൽ ആർച്ചാണ്. ഒരു സെമി എലിപ്റ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത് നമ്മൾ 3 സെന്ററിലും പറയും, അതുപോലെ തന്നെ 5 സെന്ററിലും പറയും. അപ്പം 3 or 5 സെന്റേർഡ് അല്ലേ ആർച്ച് എന്ന് പറയാൻ പറ്റും. പിന്നെ ഫിഫ്ത്ത് വൺ ആണ് ഇൻവേർട്ടഡ് ആർച്ച്. ഇൻവേർട്ടഡ് ആർച്ചാണ്. ഇൻവേർട്ടഡ് ആർച്ച് എത്രയാണ്? 1 സെന്റേർഡ് ആർച്ച് തന്നെയാണ്. 1 സെന്റേർഡ് ആർച്ച് തന്നെയാണ്. നമ്മൾ അധികവും ഫൗണ്ടേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ആർച്ചാണ് ഈ ഒരു ഇൻവേർട്ടഡ് ആർച്ച് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ പഠിച്ച സമയത്ത് നിങ്ങൾ ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാവും. ഇതിൽ സെൻട്രൽ ലൈൻ എബോ സ്പ്രിങ്ങിങ് ലൈൻ എന്നുള്ള ടേം ഓർത്ത് വെക്കുക. സെൻറ്റർ ലൈൻ എബോ സ്പ്രിങ്ങിങ് ലൈൻ. സ്പ്രിംഗ് ലൈൻ എന്താണെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ ഒരു ലൈനിൽ സ്പ്രിംഗിങ് പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈനാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 6th ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഗോത്തിക് ആർച്ച്. ഗോത്തിക് ആർച്ച് അല്ലെങ്കിൽ പോയിന്റഡ് ആർച്ച് എന്നൊക്കെ ഇതിനെ പറയും. ഒരു ഗോത്തിക് ആർച്ച് എന്ന് പറയുന്നത് 2 സെന്റേർഡ് ആർച്ചാണ്. 2 സെന്റേർഡ് ആർച്ചാണ് ഗോത്തിക് ആർച്ച് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ആർച്ചാണ് സെവൻത്ത് വണ്ണാണ് റിലീവിങ് ആർച്ച്. റിലീവിങ് ആർച്ച് ഉണ്ട്. എന്താണ് റിലീവിങ് ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്ഡ് എബോ സ്റ്റോൺ ഓർ ടിമ്പർ അല്ലേ.
ഈ ഒരു ആർച്ച് പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ആർച്ച് പ്ലേസ് ചെയ്യുന്നത് ഇതാണ് ആർച്ചെങ്കിൽ ഈ ഒരു ആർച്ച് പ്ലേസ് ചെയ്യുന്നത് സ്റ്റോണിൻ്റെയോ ടിമ്പറിൻ്റെയോ ഒക്കെ മുകളിലാണെങ്കിൽ അതിനെയാണല്ലേ നമ്മൾ റിലീവിങ് ആർച്ച് എന്ന് പറയുന്നത്. അപ്പം അത് നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് വണ്ണ് നോക്കാനുള്ളതാണ് 8th വണ്ണ് വരുന്നതാണ് വെനീഷ്യൻ ആർച്ച് അല്ലേ. വെനീഷ്യൻ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെൻറ്റേഡ് ആർച്ചാണ്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഈസ് മോർ അറ്റ് ക്രൗൺ ദാൻ സ്ക്യൂ ബാക്ക് ആണ് അല്ലേ. അപ്പം ഡെപ്ത് ഈസ് മോർ അറ്റ് ക്രൗൺ ദാൻ സ്ക്യൂ ബാക്ക് എന്നുള്ളത് ഓർക്കുക. പിന്നെ 9th വണ്ണ് വരുന്ന ആർച്ച് ഏതാണ്? ഫ്ലോറന്റൈൻ ആർച്ച് അല്ലേ. ഫ്ലോറന്റൈൻ ആർച്ചാണ്. ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സെൻറ്റേഡ് ആർച്ചാണ്. 3 സെൻറ്റേഡ് ആർച്ചാണ് വരുന്നത്. അതിൻ്റെ ഇൻട്രഡോസ് വരുന്നത് സെമി സർക്കുലർ ആയിരിക്കും. ഇൻട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ സർഫസ് ഓഫ് ആൻ ആർക്കാണ്. ആ ഒരു ഇൻട്രഡോസ് വരുന്ന ഏതാണ്? സെമി സർക്കുലർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലോറന്റൈൻ ആർച്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഹോഴ്സ് ഷൂ ആർച്ച് ഉണ്ട്. ടെൻത്ത് വണ്ണ് ഹോഴ്സ് ഷൂ ആർച്ച് ഉണ്ട്. ഹോഴ്സ് ഷൂ ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. പിന്നെ 11th വൺ പറയുന്നത് സ്റ്റിൽറ്റഡ് ആർച്ച് അല്ലേ. ഇതും ഒരു 1 സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത്രയാണ് ആർച്ചിൻ്റെ ക്ലാസ്സിൽ പറയാനുള്ളത്. ആർച്ചിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. അപ്പോൾ നമുക്ക് ആർച്ചിൽ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് ആർച്ച് എന്ന് അല്ലേ. ആർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ. മെക്കാനിക്കൽ അറേഞ്ച്മെന്റ്സ് ഓഫ് വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സ് ഓഫ് ഐദർ സ്റ്റോൺ ഓർ ബ്രിക്ക് അല്ലേ. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. അതിൽ ടെക്നിക്കൽ ടേംസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഇൻട്രഡോസ് നോക്കി. ഇന്നർ കർവ് ആണ് ഇൻട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്ട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ കർവ് ഓഫ് എൻ ആർച്ച് ആണ്. വൗസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ജ് ഷേപ്ഡ് യൂണിറ്റ്സിനെയാണ് നമ്മൾ വൗസിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അബട്ട്മെന്റ് നോക്കി. അബട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ച് ആണ്. പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ച് ആണ്. പിന്നെ നമ്മൾ സ്ക്യൂ ബാക്ക് നോക്കി. സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് സർഫസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ അബട്ട്മെന്റിനെയാണ് നമ്മൾ സ്ക്യൂ ബാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റൈസ് എന്താണെന്ന് നോക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കീ ആണ്. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗസിയേഴ്സ് അറ്റ് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ക്രൗണിനെ നമ്മൾ കീ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് എക്സ്ട്രഡോസ് അല്ലേ. അതിനാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഷേപ്പ് പറഞ്ഞു. നമ്പർ ഓഫ് സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വർക്ക്മാൻഷിപ്പും മെറ്റീരിയലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഷേപ്പും നമ്പർ ഓഫ് സെന്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കെ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും അധികം ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഷേപ്പും നമ്പർ ഓഫ് സെന്റേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞു. അത് 1 സെൻറ്റേഡ് ആർച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്ലാറ്റ് ആർച്ചിന്റെ അൾട്ടർനേറ്റ് നെയിമും കൂടെ നോക്കി വെക്കുക. ഫ്ലാറ്റ് ആർച്ചിന്റെ തന്നെയാണ് സ്ട്രെയിറ്റ് ആർച്ച് അല്ലെങ്കിൽ സ്ക്വയർ ആർച്ച് എന്നൊക്കെ അതിനെ പറയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ ആണ് സെഗ്മെന്റൽ ആർച്ച്. സെഗ്മെന്റൽ ആർച്ചും ഒരു 1 സെൻറ്റേഡ് ആർച്ചാണ് വരുന്നത്. പിന്നെ തേർഡ് വൺ സെമി സർക്കുലർ ആർച്ച്, 1 സെൻറ്റേഡ് ആർച്ച് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഞാനിപ്പോൾ സെന്ററിനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് പറയുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ നന്നാവുക. അപ്പോൾ നമ്മൾ 1 സെൻറ്റേഡ് ആർച്ചിൽ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആർച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെഗ്മെന്റൽ ആർച്ച് വരുന്നുണ്ട്, സെമി സർക്കുലർ ആർച്ച് വരുന്നുണ്ട്, ഇൻവേർട്ടഡ് ആർച്ച്, ഹോഴ്സ് ഷൂ ആർച്ച്, സ്റ്റിൽറ്റഡ് ആർച്ച്, പിന്നെ ബുൾസൈ ആർച്ച്. ഇതൊക്കെ 1 സെൻറ്റേഡ് ആർച്ചിൽ വരുന്നതാണ്. 2 സെൻറ്റേഡ് ആർച്ച് ആണെങ്കിൽ 2 സെൻറ്റേഡിൽ വരുന്നതാണ് പോയിന്റഡ് അല്ലെങ്കിൽ പോയിന്റഡ് ആർച്ച്, ഗോതിക് ആർച്ച്, ലാൻസെറ്റ് ആർച്ച് അല്ലേ. പിന്നെ അതുപോലെ തന്നെ തേർഡ് സെന്ററിൽ വരുന്നത് ഏതൊക്കെയാണ്? സെമി എലിപ്റ്റിക്കലും ഫ്ലോറന്റൈനും അല്ലേ. സെമി എലിപ്റ്റിക്കൽ നമ്മൾ തേർഡിലും ഫിഫ്തിലും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫോർ സെന്റേഡ് ആർച്ച് എന്ന് പറയുന്നതൊക്കെയാണ് വെനീഷ്യൻ ആർച്ചും അതുപോലെ തന്നെ ടൂഡർ ആർച്ചും. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. 1 സെന്റേഡ്, 2 സെന്റേഡ്, 3 സെന്റേഡ്, 4 സെന്റേഡ്, 5 സെന്റേഡ് എന്നുള്ള ബേസിൽ എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും വായിച്ച് നോക്കുക. സ്റ്റെയറും ലിൻഡലും അതുപോലെ തന്നെ ആർച്ച് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും all the best. Thank you.